തന്നോട്ട് മാറിക്ക്. ഹായ്, എന്തൊക്കെ വിശേഷങ്ങൾ? ഇവിടെ ഇതൊക്കെ തന്നെ കേട്ടോ വിശേഷം. ഇന്നലെ കുറച്ച് ചേമ്പ് പറിച്ചു വെച്ചു. ഞാനും അമ്മയും തനോട്ടിയും കൂടി പോയി പറിച്ചു കേട്ടോ. പറിച്ച് ഇന്നലെ പുഴുങ്ങിയില്ല. ഇന്നലെ വൈകുന്നേരം അനുവട്ടം വന്നപ്പോൾ കുറച്ച് എന്തായിരുന്നു അതിൻ്റെ പേര് മറന്നുപോയല്ലോ, മധുരക്കിഴങ്ങ് കൊണ്ടുവന്നേ. അപ്പം മോന് ഭയങ്കര ഇഷ്ടമാണ് മധുരക്കിഴങ്ങ്. അപ്പോൾ രാവിലെ തന്നെ അവന് പുഴുങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാച്ചിലും ചേമ്പും, ഇന്നലെ പറിച്ച ചേമ്പും മധുരക്കിഴങ്ങെല്ലാം കൂടി പുഴുങ്ങി അടുപ്പത്ത് വെച്ചു കേട്ടോ. വേഗം തന്നെ വെന്തു സംഭവം. അങ്ങനെ അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ കുറച്ച് കാന്താരി ചമ്മന്തി ഉണ്ടാക്കി കേട്ടോ. കാന്താരി ചമ്മന്തി ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇതൊക്കെ വെച്ച് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കാന്താരി ചമ്മന്തി ഉണ്ടാക്കി. എപ്പോഴും കട്ടൻ ചായ കേട്ടോ അതിൻ്റെ കൂടെ ഉണ്ടാക്കുക. ഇന്ന് കുടിവെള്ളം എടുത്തത്, ചൂടുവെള്ളം എടുത്തു. ധനൂട്ടിക്ക് കട്ടൻ ചായ എടുത്ത് അന്നേരം അവനത് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അവന് ചായ കൊടുക്കാറില്ല കേട്ടോ. ചായ കൊടുക്കാത്തത് കൊണ്ട് അവന് ചൂടുവെള്ളം എടുത്തപ്പോൾ ഞങ്ങളും ചൂടുവെള്ളം തന്നെ എടുത്തു. അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങൾ കഴിക്കുകയാണ്. മധുരക്കിഴങ്ങ് എടുത്തിട്ട് നല്ല സൂപ്പറാണെന്നൊക്കെ പറയുന്നത് കേട്ടോ, ഉണ്ടോ. പിന്നെ ഞാനും അമ്മയും കൂടി കഴിച്ചു. പിന്നെ അവനിങ്ങനെ എല്ലാം വാരി നശിപ്പിച്ച് കളയുകയാണ് കേട്ടോ. കണ്ടോ, അവനെല്ലാം ഏതൊക്കെയാണ് ടേസ്റ്റ് ചെയ്യേണ്ടതെന്ന് പുള്ളിക്കാരനത് അവനാവശ്യമുള്ളത് അവനെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി കേട്ടോ. അവിടെ നിന്ന് കാണിക്കുകയാണ്, സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു വിധത്തിൽ എങ്ങനെയോ തീറ്റിക്കുന്നതാണ്. ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്ങനെയാലൊക്കെ സോപ്പിട്ട് കൂടി നിന്ന് തീറ്റിക്കലാണ് സാധാരണ പതിവ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഇത്തിരി വയറ്റി ചെന്നോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഇപ്പോൾ രാവിലെ തന്നെ ഇത് പുഴുങ്ങി കൊടുത്ത്. രാവിലെ ദോശയാട്ടോ ഉണ്ടാക്കിയത്, പക്ഷേ ധാനും അത് കഴിച്ചിട്ടൊന്നുമില്ല. ഇതെങ്കിലും ഇത് ഓക്കേ. ഇതുപോലെ കുഞ്ഞു മക്കളുള്ള അമ്മമാർക്കറിയാം ഭക്ഷണം കഴിപ്പിക്കുന്ന പാട്. നിങ്ങളും ഇതുപോലെയൊക്കെ ചെയ്യാറുണ്ടോ? എന്തെങ്കിലും കാട്ടി എങ്ങനെയും തീറ്റിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഒരിത്തിരി കഴിച്ച അത്രയും സന്തോഷം, അതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ടാറ്റ, അടുത്ത വീഡിയോയിൽ കാണാം.